ജനിക്കാൻ പോകുന്ന കുട്ടി ആണോ പെണ്ണോ എന്നറിയാൻ ഏതമ്മയ്ക്കും ആഗ്രഹമുണ്ടാകും. എന്നാൽ പലരും കുഞ്ഞ് ആണായാലും പെണ്ണായാലും ആരോഗ്യവും ആയുസ്സുമുള്ള കുഞ്ഞായിരിക്കണേ എന്ന് മാത്രമായിരിക്കും പ്രാർത്ഥിക്കാറുള്ളത്. എന്നാൽ കഴിഞ്ഞ ദിവസം ജനിക്കാൻ പോകുന്ന പെൺകുഞ്ഞിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ച അമ്മ ദാരുണമായി മരണപ്പെട്ടുവെന്ന വാർത്ത ഞെട്ടിക്കുന്ന ഒന്നുതന്നെയായിരുന്നു. ലിംഗനിർണയം എന്നത് നിയമം മൂലം നിരോധിക്കപ്പെട്ട ഒരു രാജ്യത്താണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. പുതുക്കോട്ട സ്വദേശിയായ കലൈമണി എന്ന യുവതിയാണ് കഴിഞ്ഞ ദിവസം അതിദാരുണമായി മരണപ്പെട്ടത്. ഇവർക്ക് നിലവിൽ 2 പെൺകുട്ടികളാണുള്ളത്. തുടർന്ന് വർഷങ്ങൾക്കു ശേഷം ഒരു ആൺകുഞ്ഞിനായുള്ള കാത്തിരിപ്പിനൊടുവിലാണ് ഇവർ മൂന്നാമതും ഗർഭിണിയാകുന്നത്. ഗർഭിണിയായി 4 മാസം പിന്നിട്ടപ്പോൾ ഡോക്ടർമാർ സ്കാനിംഗ് നടത്താൻ ആവശ്യപ്പെടുകയായിരുന്നു. എന്നാൽ അവിടെ വെച്ച് നടത്തിയ സ്കാനിങ്ങിനു ശേഷം യുവതിയുടെ വീട്ടുകാർ ആശുപത്രി അധികാരികൾക്ക് പണം നൽകിക്കൊണ്ട് കുഞ്ഞിന്റെ ലിംഗനിർണയം വെളിപ്പെടുത്താൻ ആവശ്യപ്പെടുകയായിരുന്നു. അങ്ങനെ തങ്ങൾക്ക് മൂന്നാമതും ജനിക്കാൻ പോകുന്നത് ഒരു പെൺകുട്ടിയാണെന്ന് ഇവർ തിരിച്ചറിയുകയും ചെയ്തു. ഇതോടെ ഇരുവരും ഇനിയും ഒരു പെൺകുട്ടിയെ ആവശ്യമില്ല എന്ന തീരുമാനത്തിലേക്ക് എത്തുകയായിരുന്നു. അങ്ങനെയാണ് വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ ഇല്ലാതാക്കാനായി ഡോക്ടർമാരോട് ഇവർ അപേക്ഷിക്കുന്നത്. ആദ്യം ഡോക്ടർമാർ ഇത് വിസമ്മതിച്ചുവെങ്കിലും എന്നാൽ പിന്നീട് യുവതിയുടെ കുടുംബാംഗങ്ങളുടെ സമ്മർദ്ദത്തിന് വഴങ്ങിക്കൊടുക്കുകയായിരുന്നു. തുടർന്ന് കഴിഞ്ഞ ബുധനാഴ്ചയാണ് ഇതിനായുള്ള നടപടിക്രമങ്ങൾ തീരുമാനിച്ചിരുന്നത്. എന്നാൽ ഗർഭചിത്രം നടത്തിയതിന് തൊട്ടു പിന്നാലെ തന്നെ യുവതിക്ക് അമിത രക്തസ്രാവം ഉണ്ടാവുകയും തുടർന്ന് ചികിത്സയിലിരിക്കെ വ്യാഴാഴ്ച രാവിലെയോടുകൂടി മരണത്തിന് കീഴടങ്ങുകയുമായിരുന്നു. എന്നാൽ യുവതിയുടെ മരണശേഷം ബന്ധുക്കൾ ആശുപത്രിക്ക് മുന്നിൽ തടിച്ചുകൂടി ഡോക്ടർമാർക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് സമരം നടത്തുകയാണ് ചെയ്തത്. യുവതിയുടെ പോസ്റ്റ്മോർട്ടം നടത്തിയെങ്കിലും മൃതദേഹം ഏറ്റുവാങ്ങാൻ പോലും പ്രതിഷേധക്കാർ തയ്യാറായില്ല. ഡോക്ടർമാരുടെ അനാസ്ഥ കൊണ്ടാണ് മരണം സംഭവിച്ചതെന്നാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത്. ഡോക്ടർമാർക്കെതിരെ നടപടിയെടുക്കണമെന്നും സ്വകാര്യ ആശുപത്രി അടച്ചുപൂട്ടണമെന്നും ആവശ്യപ്പെട്ടാണ് യുവതിയുടെ കുടുംബാംഗങ്ങൾ സമരം നടത്തുന്നത്. നിയമം ലംഘിച്ച് ലിംഗനിർണയം ബന്ധുക്കളെ അറിയിച്ച ആശുപത്രിയിലെ സ്കാനിംഗ് സെന്റർ ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥർ എത്തി വെള്ളിയാഴ്ച സീൽ ചെയ്തിരുന്നു. ആശുപത്രിക്കെതിരെ കടുത്ത നിയമ നടപടി എടുക്കുമെന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. സാങ്കേതികമായി ലോകം ഇത്രയും വളർന്ന ഈ സാഹചര്യത്തിലും മനുഷ്യന്റെ ചിന്തകളിൽ വ്യത്യാസം വരുത്താനായിട്ടില്ല എന്നതിന്റെ ദൃഷ്ടാന്തങ്ങളിൽ ഒന്നാണ് പെൺഭ്രൂണഹത്യകൾ. ആണിനെയും പെണ്ണിനെയും ഒരേ കണ്ണിലൂടെ നോക്കിക്കണ്ട ഒരു അമ്മ ഒരിക്കലും പറയില്ല പെൺകുഞ്ഞുങ്ങളുടെ സ്നേഹത്തിന് നിറവ്യത്യാസമോ കനക്കുറവോ ഉണ്ടെന്ന്. മകൾ എന്ന പദവിയിൽ സ്വയം അഭിമാനിച്ചു വളർന്ന ഒരു സ്ത്രീയും ഒരിക്കലും ഒരു പെൺഭ്രൂണഹത്യ എന്ന കൊലക്കുറ്റം ചെയ്യുകയുമില്ല. ഈ വാർത്തയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്താൻ മറക്കരുത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.